ഇവിടെ താമസിക്കണം. അത് കഴിഞ്ഞപ്പോൾ ഒരാളിനെ കൂടെ കൂട്ടും, ഒരു വാടകയ്ക്ക് താമസിക്കുകയായി മനുഷ്യൻ. അങ്ങനെ ഈ രണ്ടുപേരും പിന്നെ ആൾ വരാമെന്ന വാടകക്കാരൻ പറയുന്നു വിട്ടു പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെന്ന് നോക്കിയാൽ അറിയാം, ഒരു 12,000 ആളുകളെങ്കിലുള്ള ഒരു വലിയ സ്ഥാപനം അവിടെ ഉയർന്നിട്ടുണ്ട്. നിങ്ങളുടെ പോക്കറ്റിലെ പൈസയാണ് നമുക്ക് കരുതണ്ട. സഹായിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ, നന്മ പ്രവൃത്തി ചെയ്യാനുണ്ടെങ്കിൽ സഹായിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. നമ്മുടെ പ്രവൃത്തി സത്യസന്ധമായിരിക്കണം, നീതിപൂർവമായിരിക്കണം. ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ മേഖലയായിരിക്കും. അപ്പോൾ ഇന്ന ജാതിക്കാരനെ എന്താ സാർ പറഞ്ഞത്, ഇന്ന ജാതിക്കാരനെ സഹായിക്കുന്നു, മതക്കാരനെ സഹായിക്കുന്നില്ല, മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ പറയുന്നത്. അതെങ്ങനെയുള്ളത്? അശരണരായിരിക്കുന്നവരാണല്ലോ നമ്മൾ സഹായിക്കുന്നത്. അല്ലാതെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോഴേ, ഞാൻ കൊച്ചി കോർപ്പറേഷനിൽ കുറച്ച് കാലം ജോലി ചെയ്തത്, ഒരു 2-2 വർഷം. അന്ന് ഫോർട്ട് കൊച്ചിയിലാണ് സോണർ ഓഫീസ്. അവിടെ ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ എക്സലെന്ന് പറഞ്ഞ നോട്ടിലാണ് താമസിക്കുന്നത്. ഒരു മുറി കിട്ടി ഞങ്ങൾക്ക്, ഒരു കട്ടിൽ. ഞാനും ഒരു നായരും കൂടെ 2.5 വർഷം ആ കട്ടിലെ കിടന്ന് തുടങ്ങി. അടുത്ത മുറിയിൽ ഒരു SNDP കാരനും ഒരു മുസ്ലിം കൂടെ താമസിക്കും. എന്നാണെങ്കിൽ അത്രയൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയില്ല. മതങ്ങൾ അന്ന് വളർന്നിട്ട് മറ്റേ മതക്കാരനെ അന്ന് അധിക്ഷേപിക്കാനും കൊല്ലുന്നതിനും കുറ്റമില്ലാത്തൊരു കാലഘട്ടത്തില്ല. എൻ്റെ കൂടെ കിടന്നൊരു ഗോപാലകൃഷ്ണൻ, ഇന്നും ഞാൻ അവനെ ഓർക്കുന്നു, കണ്ണീര് വീഴും. 2.5 വട്ടം ഞാൻ ഒന്നിച്ചിരുന്നു. നമുക്ക് ഈ പ്രസ്ഥാനം ഒരു മതസൗഹാർദ്ദത്തിലേക്ക് കൊണ്ട് എത്തിക്കണം. ഈ ചങ്ങനാശ്ശേരിയുടെ പ്രദേശത്ത് വലിയ പ്രവൃത്തി നമ്മൾക്ക് വെളിപ്പെടണം. അവിടെ ജാതിയില്ല, മതമില്ല, സഭയില്ല, ഒന്നുമില്ല. അനാഥരെ അശ്വരനെയും നമ്മൾ സഹായിക്കുക. നമ്മളിതിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ കൃഷിയൊന്നും പറഞ്ഞതല്ല, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്മാർക്കാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ അറിയാവുന്ന ആളുകൾ. അവരുടെ അടുത്ത് ആശയങ്ങൾ, അവരും നമുക്ക് ചില ആശയങ്ങളൊക്കെ പറഞ്ഞു തരും. ഇനി എല്ലാവരും കൂട്ടി ചേർത്തിട്ട് ഇത് പിന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പോയി രജിസ്ട്രാർ നമുക്കത് രജിസ്റ്റർ ചെയ്ത് തരും. ഒരു 4-5 പേര് കൂടുന്ന രജിസ്റ്റർ. ഒരുപാട് പോയാലായാലും അതിന് ചില പ്രശ്നങ്ങളുണ്ട്. ട്രസ്റ്റുകൾ പലയിടത്തും പരാജയങ്ങൾ സംഭവിക്കുന്നു. ഇന്നലെ ഭാര്യയും മക്കളും കൂടി ട്രസ്റ്റ് നടത്തിക്കൊണ്ട് നാട്ടുകാരുടെ വളമെല്ലാം തോന്നിയതുപോലെ കാണിക്കുന്ന ഒരു സംഘടനകൾ വരിക. അത് ഒരിക്കലും വരുന്നു. ഞാൻ പറയാം, ഞങ്ങളായിരിക്കുന്ന സഭയിൽ 5 പേര് അതിൽ ഒരാൾ മരിച്ചു പോയി, വേറൊരാൾ അമേരിക്കയ്ക്ക് പോയി, 3 പേരുണ്ട്. സത്യത്തിൽ ഈ ട്രസ്റ്റ് നിർജ്ജീവമായി. അപ്പോൾ ഞങ്ങൾ ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ, 3 വർഷങ്ങളും പൊതുയോഗം 10-12 പേരെ ഗവേണിംഗ് ബോഡി എന്നും കൂടെ പറഞ്ഞ് തിരഞ്ഞെടുത്ത് ഇവരോട് ചേർത്തിട്ട് ഈ ഭരണസമിതിയാണ് ഭരണം നടത്തുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ സ്ഥിരമായിട്ട് ഒരു ട്രസ്റ്റ് പോകണമെന്ന് 4-5 വർഷം കഴിയുമ്പോൾ പുതിയ 4-5 പേര് വരുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു നല്ല ആശയത്തോടുകൂടി ജനസേവനം എന്ന് മാത്രം ക്രിസ്തുവിൻ്റെ സാക്ഷി. ഒരു യവനക്കാരൻ ഒരിക്കലും കർത്താവിൻ്റെ ചോദിച്ചു, പിന്നെ കൂട്ടുകാരൻ ആരാ? ജെറുസലേമിൽ നിന്ന് യെരിഹോവിലേക്ക് മനുഷ്യൻ പോവുകയായിരുന്നു. വഴി യാത്രയിൽ അവനെ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, കൂടി വരുന്നു, ഒരു കയ്യിൽ നിന്നെല്ലാം അപകടിച്ചു. ആ സമയത്ത് അതിലെ പുരോഹിതൻ വന്നു, കണ്ടിട്ട് കാണാതെ പോയി. പുരോഹിതൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ലേവിനെതിരെ വന്നു, അദ്ദേഹവും ഒന്നും ചെയ്തില്ല, അതിൽ കടന്നുപോയി. ആ സമയത്താണ് ഒരു ശമരിയക്കാരുടെ ഒരു വാഹനം കൊടുത്തിട്ട് കടന്നു ഇടയായിട്ടുണ്ട്. ഈ അവശനായിരുന്ന അർത്ഥപ്രാണനായിരുന്ന കണ്ടിട്ട് അല്ലാതെ താഴെ ഇറങ്ങി എൻ്റെ കയ്യിൽ നവീന വെണ്ണയൊക്കെ പട്ടണം അവനെ എഴുന്നേൽപ്പിച്ച് അവൻ വന്ന വാഹനം കൊടുത്ത് അവനെ കയറ്റിയെടുത്ത് ആക്കിയിട്ട് 2 വെള്ളിക്കാശ് എടുത്ത് കൊടുത്തു. ഇനി അധികമായിട്ട് എന്തെങ്കിലും ചിലവ് വന്നാൽ ഞാൻ ചെയ്തുകൊള്ളാം എന്നായിരുന്നു പറഞ്ഞത്. കർത്താവ് ഈ കൂട്ടുകാരനെ അവതരിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അതാരാണ് കർത്താവ് പറഞ്ഞൊരു വാക്ക്, ചെറിയവരിൽ ഒരുവൻ ചെയ്തതെല്ലാം എനിക്കാണ്. ഈ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ പോകേണ്ടത്. ആർക്ക് വേണ്ടി നമ്മൾ ഒരു വ്യക്തികൾ ചെയ്താൽ കർത്താവ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം. അവർക്ക് പറഞ്ഞു, ഒരു ഗ്ലാസ് തണ്ണീർ ഒരു വ്യക്തിക്ക് കുടിപ്പാൻ കൊടുത്താലും അത് എനിക്കാവുന്നതിന് മറുപടിയുണ്ട് എന്നാണ്. മനോജിൻ്റെ മനസ്സിൽ തോന്നി നല്ല ആശയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുക ചെയ്യും. ആത്മാർത്ഥതയോടെ ഇത്ര ആളുകളിലൂടെ വന്ന് ഇരിക്കുകയാണ്. എനിക്ക് ട്രസ്റ്റിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഒന്നും അറിയാൻ കഴിയും. ഞാനൊരു ട്രസ്റ്റ് രൂപീകരിച്ചു, അതിനെക്കുറിച്ച് ഞാനൊരു ട്രസ്റ്റിൻ്റെ മെമ്പറായിരിക്കും, ചർച്ചിലെ മെമ്പറുമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം. ഞങ്ങൾ 4-5 പേര് കൂടി ഒരു ട്രസ്റ്റ് അതിനകത്ത് ട്രസ്റ്റ് ആരംഭിച്ചു.
അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് മുഖേനയായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നത്. സത്യത്തിൽ ഒരു സഭ രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യം അത് പ്രധാനമായിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മൾ റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കാൻ ഉദ്ദേശം കിട്ടുകയും അതുകൊണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരുകൾ നമ്മളിങ്ങനെ ഒരു 10-20 ഐറ്റം അങ്ങോട്ട് കൊടുക്കും. ഇതെല്ലാം നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനം പ്രാപിച്ചാൽ അവർ കാരണം കൊണ്ട് വേണ്ട ഇവിടെ പറഞ്ഞില്ലേ വളരെ സഹായിക്കുന്നതിനെക്കുറിച്ച് നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി കൊടുക്കുക, രോഗികളെ സന്ദർശിക്കുക, അവർക്ക് വീണ്ടും കൊടുക്കുക, ഒരു മരണാവശ്യം വന്നാൽ അവിടെയും പോയി സഹായിക്കുക, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മളെ കൊണ്ട് സാധിക്കും. എന്തെല്ലാമാണെങ്കിലും സത്യസന്ധതയും ആത്മാർത്ഥതയോടുകൂടി പോയാൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകത്തില്ല. ഇത് കണ്ടിട്ടുണ്ടായിരിക്കും എത്രയോ വലിയ അനാഥശാലകൾ ഞങ്ങൾ പോകാറുണ്ട്. ഗിൽഗാൽ എന്ന് പറയുന്ന വളരെ ഒരു സ്ഥാപനം. ഒരു പാവപ്പെട്ട അമ്മച്ചി സന്ധ്യയ്ക്ക് കിടക്കാൻ വീടില്ലാഞ്ഞിട്ട് ഒരു വീട്ടിൽ ചെന്നു. ഒരു രാത്രി കിടക്കാനായിട്ട് അനുഭവം തരാമെന്ന് ഞങ്ങൾ കൊടുത്തു. എന്നിട്ട് രാവിലെ അമ്മച്ചി എഴുന്നേറ്റ് പോകാൻ